ഈ വർഷത്തെ അതിഗംഭീരമായ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കാം കേട്ടോ. അപ്പോൾ അച്ചൂസ് ഹാപ്പി മൊമെൻറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ ഈ പ്രാവശ്യം നമ്മുടെ അപ്പൂസും മിമ്മൂസും കൂടെ ട്രീയും അതുപോലെ തന്നെ സ്റ്റാറും ഒക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാവരും കണ്ടതല്ലേ? കാണാത്തവർ പോയി കാണണം കേട്ടോ. ഏതായാലും നമ്മൾ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നേ. ഈ പ്രാവശ്യം ഞങ്ങൾ 25-ാം തീയതി പോകാൻ നിന്നില്ല കേട്ടോ. വീട്ടിൽ നേരത്തെ അങ്ങ് പോയി. അപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്നപ്പോഴുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അതിമനോഹരമായ പുൽക്കൂട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ, മമ്മിയും നാത്തൂനും കൂടെ. അപ്പോൾ നമ്മളവിടെ പോയി അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തു. നമ്മൾ കണ്ട് സപ്പോർട്ട് ചെയ്യണമല്ലോ. ആ ഒരു സമയത്തിന് രാത്രി എൻ്റെ ചേട്ടനും നമ്മുടെ കുട്ടിപ്പട്ടാളംസും കൂടെ അങ്ങ് കറങ്ങാൻ പോയി. പാട്ടൊക്കെ വെച്ച് ഗംഭീരമായിട്ട് ട്രക്കറൊക്കെ അങ്ങ് അലങ്കരിച്ച് ക്രിസ്മസ് കരോള് പോലെ ബന്ധുക്കളുടെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയൊക്കെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ഒരുപാട് ലേറ്റായി കഴിഞ്ഞപ്പോൾ മമ്മിയുടെ ആങ്ങളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മമ്മിയുടെ അനിയനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നപ്പോൾ അവിടെ അതിലും ഗംഭീരമായ ട്രീയും പിന്നെന്താ പറയണ്ടേ, നല്ല പുൽക്കൂടും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിറകിലും അവരൊക്കെ തന്നെ കേട്ടോ, നാത്തൂനും മമ്മിയും മാമിയും പിന്നെ ചേട്ടനും മാമനും അവരൊക്കെ ചേർന്ന്, മാമൻ്റെ മക്കളും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയത് കേട്ടോ. ഏതായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിറ്റേ ദിവസം തന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ പള്ളിയിൽ നിന്ന് കരോള് വരുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഓടി ഇങ്ങ് വന്നു. അങ്ങനെ പള്ളിയിലെ കരോള് നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ ഉള്ളതാട്ടോ ഇത്. അപ്പോൾ രാത്രി നമ്മുടെ അപ്പൂസും ഇമ്മൂസും ഉണ്ട് കൂട്ടത്തിൽ, ക്രിസ്മസ് ഫാദേഴ്സായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടു, നമ്മൾ അടിച്ചു പൊളിച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ 24-ാം തീയതി രാത്രി ആയപ്പോൾ പാതിര കുർബാനയ്ക്ക് നമ്മൾ പള്ളിയിൽ പോയി. അപ്പോൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തിട്ടില്ല. പള്ളിയിലെ കാര്യങ്ങളൊന്നും കുർബാനയൊന്നും ഞാൻ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ കുർബാനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പള്ളി ഗ്രൗണ്ടിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടികളൊക്കെ ഇത് നല്ല രസമായിരുന്നു കേട്ടോ. സത്യം പറയാലോ, നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു എല്ലാം. ഡാൻസ് ഉണ്ടായിരുന്നു കുട്ടികളുടെ, അതുപോലെ തന്നെ നല്ല നല്ല പാട്ടൊക്കെ വെച്ചിട്ട് കരോള് അതവിടെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. നമ്മളതൊക്കെ കണ്ട് നല്ല ആസ്വദിച്ചവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടുകാരുടെ ആ ഒരു സഹകരണവും സ്നേഹവും എന്താ പറയണ്ടേ, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ആഘോഷമാണല്ലോ സന്തോഷം നിറഞ്ഞ ഈ ഒരു ദിവസം. അപ്പോൾ എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് ആ ഒരു രാത്രി, അതായത് ഏകദേശം ഒരു 2 മണിയായി കാണുമെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിവിടെ വീട്ടിലെത്തിയപ്പോൾ 2:30 ആ ഒരു സമയമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാമൊക്കെ നടക്കുന്ന ആ ഒരു 2 മണി സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു പ്രോഗ്രാമൊക്കെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ കണ്ടതിന് ശേഷം ഞങ്ങളിത് വീട്ടിലെത്തി. എൻ്റെ ഭാഗം 2-3 ഫോട്ടോ ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ കിടന്നങ്ങ് ഉറങ്ങുമായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേറ്റു. ബീഫും അതുപോലെ തന്നെ മീനും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മീൻ നന്നാക്കാൻ പോകുമായിരുന്നു. ആ സമയം കൊണ്ടേ നമ്മുടെ ബീഫൊക്കെ ഇച്ചായം ക്ലീൻ ആക്കി തന്നിട്ടുണ്ടായിരുന്നേ. നല്ല തിരക്കായത് കാരണം അവർ പീസാക്കാതെ ഇങ്ങനെ തന്നു വിടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചായം പറഞ്ഞു, സാരമില്ല ഞാനതെല്ലാം സെറ്റ് ചെയ്ത് തരാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ വേഗം തന്നെ മീനെല്ലാം കട്ട് ചെയ്തെടുക്കാം, ഇച്ചായൻ എനിക്ക് ബീഫ് സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പരിപാടി നടക്കുന്ന സമയത്ത് തന്നെ ഇച്ചായൻ അവിടെ ബീഫൊക്കെ കട്ട് ചെയ്ത് നല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞിരുന്നുണ്ട് കേട്ടോ. നല്ല ബീഫായിരുന്നു കേട്ടോ. അപ്പോൾ വേവാനായിട്ടാണെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, നല്ല സാധനമായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്നറിയാം, നമ്മുടെ മീനെല്ലാം ക്ലീനായി കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ മീൻകറി അങ്ങ് ആക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ മീൻകറി നല്ല പുളിയൊക്കെ പിടിച്ച് സെറ്റായിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ വേഗം മീൻകറിയുടെ കാര്യങ്ങളിലേക്ക് ഞാനിതാ കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ മീൻകറി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പം ചെയ്യാവുന്നൊരു കാര്യമാണല്ലോ. നമ്മുടെ മീൻകറിയുടെ റെസിപ്പിയൊക്കെ വേണ്ടവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാട്ടോ. നമ്മൾ നേരത്തെ മീൻകറിയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ പോയി കാണണം കേട്ടോ. അതുപോലെ നമ്മുടെ ക്രിസ്മസിൻ്റെ ക്രിസ്മസ് പ്രോഗ്രാമിൻ്റെ അല്ല, നമ്മുടെ ക്രിസ്മസിൻ്റെ തുടക്കം നമ്മൾ സ്റ്റാറും ട്രീയും ഒക്കെ ഇടുന്ന അതുണ്ടല്ലോ, അതും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. കാണാത്തവർ കാണാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി എന്താ അടുത്ത പരിപാടി എന്നല്ലേ ആലോചിക്കുന്നത്? അതേടോ, നമ്മൾ ബീഫ് കറി വെക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് ഓൾറെഡി കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഒക്കെ ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ബീഫായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുക്ക് ചെയ്യാൻ അധികം താമസമൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ എളുപ്പത്തിൽ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിയൊക്കെ വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് നമ്മുടെ ബീഫ് ഇവിടെ എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടി ഞാൻ കഴിഞ്ഞു. ആ ഒരു സമയം കൊണ്ട് നമ്മൾ രാവിലെ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പവും ബീഫും കൂടെ കഴിക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലപ്പം ഇവിടെ സെറ്റ് ആവുന്നുണ്ട്. നല്ല അടിപൊളി പാലപ്പമായിരുന്നു കേട്ടോ. പാലപ്പത്തിൻ്റെ റെസിപ്പി വേണ്ടവർ പറഞ്ഞാൽ അധികം ഞാനത് ഇട്ടേക്കാം കേട്ടോ. നമ്മുടെ പാലപ്പത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് കരിക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു, അതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. പിന്നെ നമ്മുടെ പാലപ്പവും ബീഫ് കറിയൊക്കെ ഞങ്ങൾ കഴിക്കാനൊക്കെ സെറ്റാക്കി വെച്ചിട്ട് വേഗം തന്നെ നമ്മുടെ മോരൊക്കെ കാച്ചി വെച്ചു. പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും ഷൂട്ട് ചെയ്തില്ലടോ, വയ്യായിരുന്നു കേട്ടോ. അതുകൊണ്ടാണേ. പിന്നെ നമ്മുടെ അടിപൊളി ചോറും പിന്നെ മോര് കാച്ചിയതും ചൂര വറുത്തതും നാരങ്ങ അച്ചാറും അതുപോലെ തന്നെ മീൻ മുളകിട്ടതും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതും
പിന്നെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്വന്തം ബീഫ് കറിയും, പിന്നെ കൂടെ പൊടി പിടിക്കാനായിട്ട് പപ്പടവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ഇങ്ങനെ നമ്മൾ ആഘോഷിച്ചു. അപ്പോൾ ഇതിന് ശേഷമുള്ള കഥകൾ എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ, രാത്രി പള്ളിയിലായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ പകൽ നന്നായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ വൈകിയതും. അപ്പോൾ ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് വീഡിയോസ് കാണിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ ഡാൻസ് ആട്ടോ. നമ്മുടെ പള്ളിയിൽ ആ പ്രോഗ്രാമിനിടയ്ക്ക് നമ്മുടെ സ്വന്തം കുട്ടികൾ അവതരിപ്പിച്ച ഡാൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, അവരുടെ വൈബ് വേറെ എല്ലാം. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ സന്തോഷകരമായ നിമിഷങ്ങൾ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടോ.